ധന്യമായ സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. 101 ജനറൽ കൺവെൻഷൻ്റെ 3-ാമത്തെ ദിവസം ദൈവപാദപീഠത്തിങ്കിൽ നമുക്കായിരിക്കാൻ സ്വർഗീയ പിതാവ് നൽകിത്തരുന്ന ഈ അസുലഭമായ അവസരത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും നമ്മുടെ കർത്താവിന് അർപ്പിച്ച് ദൈവ പാദപീഠത്തിങ്കിൽ നമുക്ക് ഇവർക്കുമായിരിക്കാം. അനുഗ്രഹീതരായിരിക്കുന്ന ദൈവഭൃത്യന്മാരുടെ ദൈവജനം വളരെ ചാരുതയോടെ നാം കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ശ്രവിപ്പാനിടയായി തീർന്നു. ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ദൈവസഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ബാബു മാത്യുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തൻ്റെ ശുശ്രൂഷകളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ അധ്യക്ഷൻ നമ്മുടെ ഓവർസിയർ പാസ്റ്റർ സി തോമസ് സാറിനെ ഓർക്കുന്നു. കർത്താവ് ഈ കാലഘട്ടത്തിൽ തന്നിലൂടെ ചെയ്തെടുക്കുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലും ദൈവികമാകുന്ന കൃപ ധാരാളമായി അനുഭവിച്ചറിഞ്ഞത് സഭയുടെ നവോത്ഥാനത്തിനും ഉദ്ധാരണത്തിനും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പാസ്റ്റർ വൈരജി പാസ്റ്റർ, എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ഷിബു കെ മാത്യു, വൈജോസ് പാസ്റ്റർ, ഉമ്മച്ചായൻ, സോജൻ പാസ്റ്റർ, എബ്രഹാം മാത്യു, അതുപോലെ നമ്മൾ വി എ ബാബുക്കുട്ടി പാസ്റ്റർ, വി പി തോമസ്, അതുപോലെ വിജയദാസ് പാസ്റ്റർ, എൻ്റെ മുൻപിലായിരിക്കുന്ന ദൈവഭൃത്യന്മാർ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ഇത്തരണത്തിൽ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയും ചെയ്യും. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദൈവ ഭാഗമാണ്, ചിന്താ വിഷയമാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി ഇവിടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാനിടയിൽ തീരുകയും ചെയ്തത്, നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നതാണ് ചിന്താവിഷയമായി നമുക്ക് ലഭിച്ചത്. അതിനകത്ത് ഇങ്ങനെ പറയുവാനിടയിൽ തീരുന്നുണ്ട്: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ആകയാലെന്നോ അനന്തരമോ എന്ന് പറഞ്ഞ് ഒരു ഭേദഭാഗം ആരംഭിക്കുമ്പോൾ അതിൻ്റെ മുൻപുള്ള ഭാഗം കൂടെ ശ്രദ്ധിക്കപ്പെടണമെന്നാണ് അതിലൂടെ അർത്ഥമാക്കപ്പെടുന്നത്. 11-ാം അധ്യായത്തിൻ്റെ അകത്ത് പഴയ നിയമ കാലഘട്ടത്തിലെ വിശ്വാസ വീരന്മാരായിരിക്കുന്ന ദൈവനാമത്തിന് വേണ്ടി നീരതയോടെ നിലകൊള്ളുവാനിടയിൽ തീർന്ന വ്യക്തികളെയൊക്കെ നിരത്തി നിർത്തി അവരുടെ വിശ്വാസത്തിൻ്റെ പ്രൗഢ ഗംഭീരതയെ മാധുര്യതയോടെ വർണ്ണിച്ചുകൊണ്ട് അവരെ പുതിയ നിയമഭക്തന്മാരുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ലേഖകൻ ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ വിശ്വാസം കാണാത്തവയിലുള്ളതായിരുന്നു, അതുകൊണ്ട് അവർ കാണാത്തതിനെ വിശ്വസിച്ചു. കാണാത്തതിൽ വിശ്വസിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോയി വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നുകൊണ്ട് അഭിവന്ദിച്ച് വിശ്വാസത്തിൽ അത് മരിച്ചു. എങ്കിലും അവരുടെ ഓട്ടവും അധ്വാനവും ഒന്നും വൃഥാവിലായി മാറിയില്ല. അവരെ നാം ശ്രദ്ധയോടെ നോക്കുക വേണം. അവരിൽ കാണപ്പെടുവാനിടയിൽ തീർന്ന ചില ശ്രേഷ്ഠതകൾ നാം ഏറ്റെടുക്കുവാനിടയിൽ തീരണം. പക്ഷെ അവരല്ല നമുക്ക് മാതൃകയായി മാറേണ്ടത്. യേശു ആയിരിക്കണം, യേശു ക്രിസ്തു ആയിരിക്കണം നമ്മുടെ മാതൃക എന്ന് ലേഖകൻ ഓർപ്പിക്കുക. ആ ജീവിതത്തെ അറിയിക്കപ്പെടുവാൻ പഴയ പൗരാണികമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ വിനോദിപ്പാനിടയിൽ തീർന്ന ഒരു കായിക വിനോദത്തെ അതിനുപോത്ബലകമായി തൻ്റെ തത്വത്തെ സാധൂകരിക്കുവാൻ ലേഖകൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ തത്വസംഹിതയെ സാധൂകരിക്കുന്നതിനായി ഏത് വിധത്തിലുള്ള ഉപമാനങ്ങളും ഉപയോഗിക്കുന്നതിന്, ഉപമ അലങ്കാരമായി ഉപയോഗിക്കുന്നതിന് ലേഖകനുള്ള സ്വാതന്ത്ര്യത്തെ എബ്രായ ലേഖന കർത്താവ് ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ട കളത്തോട് സമൃദ്ധമായി ഓട്ടത്തിനോട് ഉപമിച്ചുകൊണ്ട് പറയുക: നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാനിടയിൽ തീരണം. നിങ്ങളുടെ പിൻപിൽ ഓട്ടമോടി തികച്ച അനേകരുണ്ട്. നിങ്ങളുടെ പിൻപിൽ ഓട്ടമോടി പരാജയപ്പെട്ട അനേകരുണ്ട്. പരാജയപ്പെട്ടവരെയോ വിജയിച്ചവരെയല്ല നോക്കേണ്ടത്. ലക്ഷ്യത്തിലേക്കുള്ളതിൽ ക്രിസ്തുവിനെ മാത്രം നോക്കുക. ആ ക്രിസ്തുവിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മാതൃകയാക്കുവാൻ കഴിയുന്ന ചിലത് പഴയ നിയമത്തിനകത്ത് കാണിക്കുന്നു, എടുത്ത് പറയുന്നു. അതിൽ 11-ാം അധ്യായത്തിൽ പറയുമ്പോൾ
ഹാബേലിനെ സംബന്ധമായി പറയുന്നുണ്ട്. ഹാബേലിനെ സംബന്ധമായി പറയുന്നത് ആരാധനയുടെ ശ്രേഷ്ഠതയാണ് ഹാബേലിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നത്. നന്മ ചെയ്തുകൊണ്ട് ദൈവപ്രസാദം നേടുവാൻ ഏറ്റവും ഉത്തമമായിരിക്കുന്ന യാഗം കഴിക്കുവാൻ ഹാബേലിന് സാധ്യമായി തീർന്നു എന്ന് ലേഖകൻ സമർത്ഥിക്കുന്നു. രണ്ടാമത് ഹാനോക്കിനെ കുറിച്ച് പറയുന്നു. ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ 300 സംവത്സരം സകലത്തെയും പരിത്യജിച്ചുകൊണ്ട് ഒരു സർവസംഘ പരിത്യാഗിയുടെ എല്ലാവിധമായിരിക്കുന്ന ഗുണങ്ങളാലും ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തിൽ നിന്ന് വാക്കുകൾ കേട്ട് ദൈവത്തോട് സംസാരിച്ച് ദൈവം എടുത്തതിനാൽ കാണപ്പെടാതെ വരുന്ന ആത്മിക അനുഭവത്തിലേക്ക് എത്തപ്പെട്ട നടപ്പിന്റെ ശ്രേഷ്ഠതയെ അപ്പോസ്തലനാകുന്ന പൗലോസ് ഹാനോക്കിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടത്തിലും ദൈവജനത്തോട് ആവശ്യപ്പെടുവാൻ ഇടയായിത്തീരുന്ന വസ്തുത, ആരാധനയുടെ ശ്രേഷ്ഠത നാം ദൈവസന്നിധാനത്തിൽ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരണം. ആരാധനയുടെ ശ്രേഷ്ഠത നമ്മിൽ നിന്ന് വെളിപ്പെടുവാൻ ഇടയായി തീരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടന്ന് ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയുന്ന ആത്മീക അനുഭവത്തിന്റെ ആഴമേറിയ അനുഭവത്തിലേക്ക് നാം ഏവരും എത്തിച്ചേരുവാൻ ഇടയായി തീരണമെന്ന് നമ്മെ കുറിച്ച് ആഗ്രഹിപ്പാൻ ഇടയായി തീരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് ദൈവ സന്നിധാനത്തിങ്കൽ അടുത്ത് ചെല്ലുവാൻ സാധ്യമായി തീരുമാനാകട്ടെ. ആരാധനയുടെ ശ്രേഷ്ഠത എന്നിൽ നിന്ന് വെളിപ്പെടണം. എന്റെ ആരാധന സ്വർഗം പ്രസാദിക്കുന്നതായിരിക്കണം. എന്റെ ആരാധനയിൽ ദൈവം വെളിപ്പെടുന്നതായിരിക്കണം. കേവലം വാജ്യമായിരിക്കുന്ന അനുഭവത്തിലൂടെയല്ല, ആഴമായി ഹൃദയംഗമായി ഹൃദയം ദൈവ സന്നിധാനത്തിങ്കൽ പകരപ്പെടുവാൻ കഴിയുന്ന ഒരാത്മിക അനുഭവത്തിനകത്തേക്ക് എനിക്ക് എത്തിച്ചേരുവാൻ കഴിയണം. അതിൽ സ്ഥിരത പുലർത്തുവാൻ, അതിൽ എന്നേക്കുമായി തുടരുവാൻ എനിക്ക് സാധ്യമായി തീരണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഴമായി പറയുവാൻ സാധ്യമായി തീരട്ടെ. അടുത്ത ഭാഗത്തിലേക്ക് പറയുമ്പോൾ അബ്രഹാമിന്റെ നോഹയുടെ ശ്രേഷ്ഠതയാണ് പറയുവാനിടയാകുന്നത്. അതുവരെ കാണാതിരുന്ന ഒരു സംഭവത്തെ കുറിച്ചുള്ള അരുളപ്പാട് നോഹയ്ക്ക് ലഭിക്കാനിടയായി തീർന്നു. ആ അരുളപ്പാട് നോഹയ്ക്ക് ലഭിക്കാനിടയായി തീരുമ്പോൾ കാണാത്തവയെ കുറിച്ചുള്ള അരുളപ്പാട് ലഭിച്ചതുകൊണ്ട് ദൈവ വാക്കുകളെ ചോദ്യം ചെയ്യാതെ അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുവാൻ ഇടവരുത്താതെ ദൈവം പറഞ്ഞതിനെ പരിപൂർണമായും അനുസരിച്ചുകൊണ്ട് ദൈവവാക്കിനെ ചെവി കൊടുത്തുകൊണ്ട് താൻ തന്റെ നിർമ്മിതിക്കകത്ത് മുൻപോട്ട് പോകുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽ ദൈവം നമ്മെ കുറിച്ച് ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവ വാഗ്ദത്തത്തെ ചോദ്യം ചെയ്യുന്നവരായി മാറുവാനല്ല, ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിൽ, ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ദൈവം നമ്മോട് സംസാരിപ്പാൻ ഇടയായി തീരുന്ന ആത്മീക അനുഭവത്തിനകത്ത്, ബുദ്ധിയുടെ മണ്ഡലത്തിനകത്ത് ഒരിക്കലും വിശ്വസിപ്പാൻ കഴിയത്തില്ലാത്ത കാര്യങ്ങളായിരിക്കാം ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്. എന്നുവരെങ്കിലും അത് സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എന്റെ ദൈവം ശക്തനായ ദൈവമാണ്, എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, എന്റെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. ദൈവം ഒരു കാര്യം അരുളി ചെയ്താൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ ധീരമായ ചുവട് വയ്ക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ചും ആഗ്രഹിക്കുക. സ്തോത്രം. അതിന് സാധ്യമായി തീരുന്നവരെയാ കർത്താവ് ഇന്ന് പകൽ ഉപയോഗിക്കാനായിട്ട് ഇടയായി തീരുന്നത്. അതിന് ചുവട് വയ്ക്കുന്നവരെയാ ദൈവം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാനായിട്ട് ഇടയായി തീരുന്നത്. ഇന്ന് പകൽ ആ ഒരു തീരുമാനം നമ്മുടെ മുൻപാകെ ഉണ്ടാകുവാൻ നമുക്ക് സാധ്യമായി തീരുമോ? ദൈവം പറയുന്ന എല്ലാ വാക്കുകളും സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കണമെന്നില്ല, സന്ദർഭം അനുകൂലമായിരിക്കണമെന്നില്ല. നമ്മുടെ മുൻപിൽ നോക്കിയാൽ ശൂന്യത മാത്രം ഒത്തുവരുന്ന സാഹചര്യമായിരിക്കാം. ഒരിക്കലും അത് നടക്കുവാൻ കഴിയത്തില്ല എന്ന് ലോകം മുഴുവൻ ഒരുപോലെ വിധി പറയുന്ന സാഹചര്യമായിരിക്കാം. പക്ഷേ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ ദൈവം അതിനകത്ത് നിന്ന് മാറത്തില്ല. മനുഷ്യൻ പറയുന്നത് പോലെയല്ല ദൈവം അരുളി ചെയ്യുന്നത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് അസന്നിഗ്ധമായി ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ ഒരാരാധനയോടെ നമുക്ക് കർത്താവിനോട് പറയാം, എന്റെ ദൈവമേ, അങ്ങന്റെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്ന എല്ലാ വാഗ്ദത്തവും അതൊരുപോലെ നിവർത്തിച്ചു തരുവാൻ എന്റെ ദൈവം അങ്ങ് വിശ്വാസ ദൈവമാ, ഞാൻ അതിനെ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുവാൻ നമുക്ക് സാധ്യമായി തീരുമോ? അതിന്റെ പ്രഖ്യാപനമായി ഓരോ ചുവട് വയ്ക്കുകളും നാം മുൻപോട്ട് വെക്കുമ്പോൾ അടുത്ത ഭാഗത്തെ ലേഖകൻ ആർപ്പിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അബ്രഹാമിനെ കുറിച്ച് പറയുക. അബ്രഹാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുവാനിടയായി തീരുന്നത് വിശ്വാസത്താലുള്ള യാത്രയെ കുറിച്ചാണ് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്. നിന്റെ മകൻ ഇസഹാക്ക്
അവൻ വാഗ്ദത്ത സന്തതിയായി, അവനാൽ ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും നിന്റെ സന്തതിയെ ആക്കിത്തരാം എന്ന് വാക്ക് പറഞ്ഞ ദൈവം ഒരു സുപ്രഭാതത്തിൽ തൻ്റെ മക്കളെക്കാൾ, തൻ്റെ മകനേക്കാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാൻ ഒരു വലിയ പരീക്ഷണത്തിലൂടെ അബ്രഹാമിനെ കടത്തിവിടുകയാ. ദൈവം അബ്രഹാമിനോട് പറയുന്നു, നിന്റെ സ്ഥിരത എനിക്കൊന്നറിയണം, നിന്റെ നടത്തം എനിക്കൊന്നറിയണം. അത് എന്നോടുള്ള ആഴമായ ബന്ധത്തിലാണോ? അത് എന്നിൽ നിന്ന് അല്പമെങ്കിലും മാറുവാൻ ഇടയായി തീർന്നിട്ടുണ്ടോ? കേവലം വാഗ്ദത്തം പ്രാപിപ്പാൻ മാത്രം, കേവലം അനുഗ്രഹം പ്രാപിപ്പാൻ മാത്രം 25 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞ വാക്ക് ഞാൻ പാലിപ്പാൻ ഇടയായി തീർന്ന് നിനക്കൊരു സന്തതിയെ നൽകി തന്നപ്പോൾ എന്നെക്കാൾ ഉപരി നീ ആ സന്തതിയിന്മേൽ, നിന്റെ മകന്റെ മേൽ ദൃഷ്ടി വയ്ക്കുന്നുവോ, സ്നേഹിക്കുന്നുവോ എന്നറിഞ്ഞ് അതിനൊന്ന് മാറ്റം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. യാതൊരു മടിയും കൂടെ ദൈവം അവനോട് പറഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് വാക്കാണ്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത്, മോറിയ ദേശത്തേക്ക് അവനെ കൊണ്ടുപോയി കാണിക്കുന്ന മലയിൽ അവനെ യാഗമർപ്പിക്കണം. അബ്രഹാം ചഞ്ചല ചിത്രനായി മാറിയില്ല. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണ്ടി ഇത് ശരി തന്നെയാണോ, ദൈവം സംസാരിക്കുന്നതാണോ, ദൈവിക ആലോചനയാണോ, കേവലം മരീചികയാണോ, അതോ എൻ്റെ ഹൃദയത്തിനകത്ത് അങ്ങനെ തോന്നിയതാണോ എന്ന് ചോദിപ്പാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയന് അബ്രഹാം തയ്യാറായി മാറുകയല്ല. അത് ദൈവം പറഞ്ഞതാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് യാതൊരു മടിയും കൂടാതെ യാത്ര ആരംഭിപ്പാനായിട്ട് ഇടയായി തീരുകയാ. ഇന്ന് പകൽ ഇത് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുക. ദൈവത്തെക്കാൾ ഉപരിയായി, ദൈവ സ്നേഹത്തെക്കാൾ ഉപരിയായി, ദൈവിക ശുശ്രൂഷയേക്കാൾ ഉപരിയായി, ദൈവത്തിന് നമ്മെ തന്നെ കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി മറ്റൊന്നും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ ആഴമായി, ഹൃദയംഗമായി എന്നെന്നും ജീവിതത്തിന്റെ ആരംഭം മുതൽ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും, അവസാന ശ്വാസം വരെയും നാം ദൈവ സന്നിധാനത്തിങ്കൽ നാം ദൈവത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന് കർത്താവ് ആഗ്രഹിപ്പാനിടയായി തീരുന്നു. നമുക്കത് സാധ്യമായി തീരുന്നില്ല എങ്കിൽ അതിനുള്ള വഴികളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരും. അതാണ് സ്ഥിരതയോടെ ഓടുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്ഥിരത എന്ന വാക്കിന് അർത്ഥമാക്കപ്പെടുവാനിടയായി തീരുന്ന അർത്ഥതലങ്ങൾ ഒരുപാടുണ്ട്. അത് എന്ന് പറയുന്നത് ഒരു തീരുമാനം എടുപ്പാനിടയായി തീർന്നാൽ ആ തീരുമാനത്തിൻ്റെ അകത്ത് ഉറച്ചു നിൽക്കുക. എന്തൊക്കെ വൈകാരിക വിക്ഷോഭങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ സാഹചര്യം എതിരായി മാറിയാലും, ഏതൊക്കെ തരത്തിൽ അതിനെ നിന്ന് പിന്മാറ്റുവാൻ ഉള്ളതാകുന്ന ആക്രമണങ്ങൾ ഉണ്ടാകുവാൻ ഇടയായി തീർന്നാലും എടുത്ത തീരുമാനം അത് എന്ത് തന്നെയാണെങ്കിലും ഒരിക്കലും അതിൻ്റെ അകത്ത് ഒരു ചഞ്ചല ഹൃദയവുമില്ലാതെ ഉറച്ചു നിൽക്കുന്ന അനുഭവത്തെയാണ് സ്ഥിരതയോടെ നിലകൊള്ളുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുവാൻ ഇടയായി തീരുന്നത്. ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങി തിരിച്ച ദൈവ ശ്രേഷ്ഠന്മാരെ, ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കണം, ഈ ലോകം ഒരിക്കലും യോഗ്യമാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. ഈ 12-ാം അധ്യായത്തിനകത്ത് ഓർപ്പിപ്പാനായിട്ട് ഇടയായി തീരുമ്പോൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കണമെന്നില്ല. ക്രിസ്തീയ ജീവിതത്തിന് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി തീർന്ന, എല്ലാ കാര്യങ്ങളും അനുകൂല ഘടകമായി നിലകൊണ്ടിട്ട് ദൈവത്തെ ആരാധിക്കാമെന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ദൈവ സന്നിധാനത്തിങ്കിൽ ദൈവത്തെ ആരാധിപ്പാൻ കഴിയത്തില്ല. പ്രതിസന്ധികളുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും കണ്ണുനീരിന്റെയും ശോധനകളുടെയും നടുവിൽ മുട്ടുമടക്കയിരുന്ന യാതൊരു പിറുപിറുപ്പും കൂടാതെ, യാതൊരു വിധമായിരിക്കുന്ന ചഞ്ചലിപ്പും കൂടാതെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ കർത്താവിനെ ആരാധിക്കുന്ന ആരാധനയാ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പകലെ ആരാധന നമ്മിൽ നിന്ന് ഉയരുവാനിടയായി തീരുമാനാകട്ടെ. സ്ഥിരതയോടെ ഓടുക എന്ന് നാം ഓർപ്പിപ്പാനിടയായി തീരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് യേശുവിനെ പിന്തുണയ്ക്കുവാൻ, യേശുവിനെ പിൻഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് എല്ലാ സാഹചര്യവും അനുകൂലമായി തീരുവത്തില്ല എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഓർപ്പിക്കുക. ഓട്ടമോടുവാൻ ഓട്ടക്കളത്തിൽ വന്നു നിൽക്കുമ്പോൾ സാഹചര്യം അനുകൂലമായി തീരണമെന്നില്ല. നിരവധിയായ പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ
ജീവിതത്തിനകത്ത് നേരിടുവാൻ ഇടയായി തീരും. ഓട്ടത്തിൽ നിന്ന് പുറത്തു പോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പലവിധമായിരിക്കുന്ന ഘടകങ്ങൾ ജീവിതത്തിനകത്ത് ഉണ്ടാകും. എന്നാൽ ഈ പ്രലോഭനങ്ങളൊന്നും കണ്ട് ഭയപ്പെടുകയോ വിഷവതരായി തീരുകയോ ചെയ്യാതെ ലക്ഷ്യത്തിലേക്ക് മാത്രം മുൻതൂക്കം കൊടുത്ത് പിൻപിലും പുറകിലും സൈഡിലും നമ്മൾ നിൽക്കുന്ന ആരെയും ശ്രദ്ധിക്കാതെ നമ്മുടെ ലക്ഷ്യം എന്താ എന്ന് നോക്കി ആ ലക്ഷ്യത്തെ മാത്രം നോക്കിക്കൊണ്ട് ഓടുക എന്നതാണ് ദൈവം ആഗ്രഹിപ്പാനിടയായി തീരുന്ന വസ്തുത. അതിനെക്കുറിച്ച് പറയുന്ന ആ ഭാഗത്തിൽ അവരോട് ദൈവം പറയുന്നുണ്ട്, കർത്താവിനോട് വിശ്വസ്തരായി തീരുക, കർത്താവിന്റെ സന്നിധാനത്തിങ്കൽ വിശ്വസ്തയോടെ നിലകൊള്ളുക, ക്ഷീണിക്കാതെ ഓടുവാൻ സാധ്യമായി തീരുക. അങ്ങനെ ക്ഷീണിക്കാതെ ഓടുന്ന അനുഭവത്തെ ആ സ്ഥിരതയോടെ ഓടുക എന്ന് പറയുമ്പോൾ, ആ സ്ഥിരതയോടെ ഓടണമെങ്കിൽ ഒരുവൻ അവന്റെ ജീവിതത്തിനകത്ത് സ്ഥിരത പുലർത്തുവാൻ ഇടയായി തീരണമെങ്കിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുവൻ സ്ഥിരത പുലർത്തണമെങ്കിൽ അവന്റെ ജീവിതത്തിനകത്ത് 4 കാര്യങ്ങൾ അവന്റെ പ്രാവർത്തികമാക്കുന്നെങ്കിൽ മാത്രമേ ജീവിതത്തിനകത്ത് സ്ഥിരതയോടെ ഓടുവാൻ സാധ്യമായി തീരത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക് ദ കംഫർട്ടബിൾ സോൺ. നമുക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് നാം കരുതുവാൻ ഇടയായി തീരുന്ന കാര്യത്തെ എന്നേക്കുമായി ഉപേക്ഷിപ്പാൻ നാം തയ്യാറായി തീരണം. നാം അതിനെ ഉപേക്ഷിക്കണം. നമുക്കെല്ലാവർക്കും ഒരു കംഫർട്ടബിൾ സോൺ ഉണ്ട്, നമുക്കെല്ലാവർക്കും ഒരു വിശ്രമ സ്ഥലമുണ്ട്, നമുക്കെല്ലാവർക്കും നാം സുരക്ഷിതമെന്ന് കരുതുവാൻ ഇടയായി തീരുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ ദൈവത്തിന് വേണ്ടി നാം ഇറങ്ങുവാൻ ഇടയായി തീരുമ്പോൾ ആ സുരക്ഷിതമായിരിക്കുന്ന മേഖലകളെ ദൈവത്തിന് വേണ്ടി വിട്ടുകളയുവാൻ, ലക്ഷ്യത്തിന് വേണ്ടി വിട്ടുകളയുവാൻ തയ്യാറായി തീരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ബിരുദു പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമായി തീരത്തുള്ളൂ. ലോക പ്രശസ്തരായിരിക്കുന്ന ഓട്ടക്കാരൊന്നും ഒരു ദിവസം കൊണ്ട് ജേഴ്സി എടുത്തെണിഞ്ഞ് ഒളിമ്പിക്സ് മെഡൽ നേതാവായതോ അവർ വലിയ വേൾഡ് റെക്കോർഡിന് ഉടമകളായി മാറിയവരോ അല്ല. അവരുടെ പിറകിൽ അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്ന ആ അനുഭവത്തെ അവർ ഉപേക്ഷിച്ചുകൊണ്ട്, അവർ അതിനെല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവർ ഓടുവാൻ തുടങ്ങി, അവർ പ്രാക്ടീസ് ചെയ്യുവാൻ തുടങ്ങി. അവരുടെ കോച്ചിനെ അവർ അനുസരിച്ചു, അവർ പറഞ്ഞ എല്ലാത്തിനെയും അവർ ഉപേക്ഷിച്ചു. കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ ലോകത്തിലെ ഒളിമ്പിക്സിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു പദവി, ഒരു പദവി, ഒരു മെഡൽ, ഒരു വേൾഡ് റെക്കോർഡ് നേടിയെടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചത് കൊണ്ട് അതിനുവേണ്ടി അവർക്ക് ഏറ്റവും സന്തുഷ്ടകരമായ അനുഭവത്തെ ഉപേക്ഷിപ്പാനിടയായി തീർന്നു. നിത്യതയ്ക്ക് വേണ്ടി യാത്ര തുടങ്ങുമ്പോൾ ദൈവം ഇത് തന്നെയാ നമ്മോടും ആവശ്യപ്പെടുവാനായിട്ടിടയായി തീരുന്നത്. നാം സ്വയം സൃഷ്ടിക്കപ്പെടുവാനിടയായി തീർന്നിരിക്കുന്ന സുരക്ഷിതമെന്ന് നാം തോന്നുന്ന, നാം വിലയിരുത്തുന്ന ആ സുരക്ഷിത സ്ഥാനത്ത് നിന്ന് നാം ഇന്ന് പകൽ ഒന്ന് പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. നാം ആ സുരക്ഷിത സ്ഥാനത്തിൻ്റെ അകത്തു നിന്ന് പുറത്തു വരുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ദൈവം ആ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നമ്മെ ഒരുക്കിയെടുക്കുവാൻ, നമ്മെ പണിതെടുക്കുവാൻ ദൈവം ആ സുരക്ഷിത സ്ഥാനങ്ങളെ എന്നേക്കുമായി ഇല്ലാതെയാക്കി ഇല്ലാതെയാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തൊന്നും മാറ്റുവാൻ ഇടയായി തീരും. പഴയ നിയമത്തിൽ അനേക ഭക്തന്മാരുടെ ഉദാഹരണം നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കാണുവാനായിട്ട് ഇടയായി തീരുന്നുണ്ട്. അമ്മയുടെ ലാളനയും അപ്പൻ്റെ ആ പരിപാലനവും ഏറ്റുകൊണ്ട് കൂടാരത്തിൻ്റെ അകത്ത് സുഖസുഷ്ടിയോടെ വളരുവാൻ ഇടയായി തീർന്നവൻ ഒരു സുപ്രഭാതത്തിൽ അനുഗ്രഹം തട്ടിയെടുത്തതിന്റെ പരിണിത ഫലമായി കേൾക്കുവാൻ ഇടയായി തീരുന്ന വാക്കുകൾ എന്ന് പറയുന്നത്, അവൻ എവിടെ, അവനെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഏശാവിന്റെ വാക്ക് കേട്ട് റിബേക്ക അവനെ ലാബാന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ബേഥേൽ എന്ന ലൂസിൽ എത്തപ്പെടുമ്പോൾ അവൻ അവിടെ എത്തിയിരിക്കുന്നത് അവന്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചു എന്ന വചനം അവിടെ രേഖപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. അതുവരെ സുരക്ഷിതമായിരുന്ന വീടിന്റെ പരിലാളനയില്ല, അതുവരെ സുരക്ഷിതമായിരുന്ന ദാസന്മാരുടെ അവനെ പരിപാലനം അവർക്കില്ല, വീടിന്റെ സുരക്ഷിതത്വമില്ല, അമ്മയുടെ സ്നേഹമില്ല, അപ്പന്റെ ചേർത്തുകൊള്ളലില്ല, ദാസന്മാരുടെ യാതൊരു വിധമായിരിക്കുന്ന അനുഭവം അവനില്ല. ഏകനായി മാറി, ഒറ്റപ്പെട്ടവനായി മാറി. കാരണം ദൈവത്തിന് അവനെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയെടുക്കണം, ദൈവത്തിന് അവനെ ഒന്ന് മാറ്റിയെടുക്കണം. ആ മാറ്റിയെടുക്കലിനായി ദൈവം കണ്ടെത്തിയ പണി
വഴി എന്ന് പറയുന്നത് അവനെ അവന്റെ കൂടാരത്തിൽ നിന്ന്, സുരക്ഷിത സ്ഥാനത്ത് നിന്ന് എന്നേക്കുമായി പുറത്തു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അടുത്ത 20 വർഷങ്ങൾ ദൈവം ആ മനുഷ്യനെ അടിച്ചു, ദൈവം ആ മനുഷ്യനെ പണിതു, അവന്റെ സ്വഭാവത്തിന് രൂപീകരണം വരുത്തി, അവനെ ആകമാനമായി മാറ്റിയെടുത്തി. യാബോക്ക് കടവിന്റെ തീരത്ത് ദൈവം യാക്കോബ് ഇരിക്കുമ്പോൾ പെനിയേൽ കടന്നു എന്ന് പറയുന്ന സ്ഥലം, ആ പെനിയേൽ കടക്കുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ സൂര്യൻ ഉദിച്ചു. ആ സൂര്യ അസ്തമയത്തിനും സൂര്യ ഉദയത്തിനും ഇടയിൽ സുരക്ഷിതമല്ലാതിരിക്കുന്ന 20 വർഷങ്ങൾ യാക്കോബിന്റെ ജീവിതത്തിൽ കടന്നുപോയി. പക്ഷെ ദൈവം അവനെ പരിപാലിപ്പാൻ കൂടെയുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കണം. ശുശ്രൂഷയുടെ ചില മണ്ഡലങ്ങളിൽ വ്യതിയാനം വരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, ജീവിതത്തിൽ ചില വാഗ്ദത്ത മേഖലകളിലേക്ക് ദൈവം നമ്മെ മാറ്റുവാൻ ആഗ്രഹിക്കുമ്പോൾ, നാം ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുവാൻ ഇടയായിത്തീരുന്ന, നാം ഏറ്റവും നിലകൽപ്പിപ്പാൻ ഇടയായിത്തീരുന്ന ചില മേഖലകളെ ദൈവം പൊളിച്ചു മാറ്റി, ദൈവം അതിനെ എടുത്തു മാറ്റി. ഒറ്റപ്പെടലിന്റെ, വേർപെടലിന്റെ, ആരുമില്ലായ്മയുടെ, ഉറക്കമില്ലായ്മയുടെ, എല്ലാവിധമായ സംരക്ഷണമില്ല അനുഭവത്തിനകത്തേക്ക് ദൈവം മാറ്റും. അവിടെ പക്ഷെ നിന്നെ ദൈവം തള്ളിക്കളയുകയല്ല, അവിടെ ദൈവം ഉപേക്ഷിച്ച് കളയുകയല്ല. അവിടെയും ദൈവം കൂടെയുണ്ട്, അവിടെയും ദൈവം കരുതുന്നുണ്ട്, അവിടെയും ദൈവം നമ്മെ നടത്തുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഒന്ന് സ്തുതിക്കാമോ ഈ വിഷയവർക്ക്? ഹല്ലേലൂയ. കാരണം ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാ 20 വർഷം കഴിഞ്ഞ് പുറപ്പെട്ടു പോരുന്ന യാക്കോബിന്റെ പിറകെ എത്തുന്ന ലാബാനോട് യാക്കോബ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. നീ എൻ്റെ പ്രതിഫലം മാറ്റി, പക്ഷേ എൻ്റെ അപ്പൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കൊരു അനർത്ഥവും അല്ലെങ്കിൽ എനിക്കൊരു ദോഷവും സംഭവിപ്പാൻ ഇടയായി തീർന്നില്ല. ആ ഉറപ്പ് യാക്കോബിനുണ്ടായിരുന്നു. ആ ഉറപ്പ് യാക്കോബ് പ്രാപിച്ചെടുപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ ആ ഉറപ്പ് ദൈവ സന്നിധാനത്തിങ്കൽ നമുക്കുണ്ടോ? നമ്മോടുന്ന ഓട്ടത്തിന്റെ അകത്ത് ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും, ആരും എനിക്ക് തുണയില്ലെങ്കിലും എൻ്റെ സ്വർഗത്തിലെ കർത്താവ് എന്നെ കാണുന്നുണ്ട്, എന്നെ അറിയുന്നുണ്ട്. ആ ദൈവം എന്ന സംരക്ഷകനാണ്, എനിക്കൊന്നും ഭയപ്പെടേണ്ടതായിട്ട് വരത്തില്ല എന്ന്. യാക്കോബിന്റെ അനുഭവം അതാണെങ്കിൽ യോസഫിന്റെ അനുഭവം തികച്ചും വ്യത്യസ്തമായിരുന്നു. അപ്പന്റെ ഏറ്റവും ഇഷ്ടപുത്രനായി ലാളനെ ഏറ്റുവാങ്ങി ദൈവം അവനൊരു വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തത്തിന്റെ വഴികൾ വളരെ പീഡനത്തിന്റെ ആയിരുന്നു, വേദനയുടെ ആയിരുന്നു. ആദ്യം പൊട്ടക്കിണറിന്റെ അനുഭവത്തിലേക്ക് യോസഫ് മാറി. പൊട്ടക്കിണറ്റിൽ നിന്ന് പൊത്തിഫേറിന്റെ ഭവനത്തിലെത്തി. നിങ്ങൾ ഓർക്കണം, പൊത്തിഫേറിന്റെ ഭവനത്തിൽ ഒരടിമയല്ല, യജമാനനായി മാറുന്ന അനുഭവത്തിലേക്ക് അവൻ എത്തുകയാണ്. സ്തോത്രം. ദൈവത്തിനത് അത്രയും ഇതായില്ല. യോസഫിനെ അടിമത്തായിട്ട് അവനെ ഒന്ന് പണിതെടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് ആ പൊത്തിഫേറിന്റെ ഭവനത്തിൻ്റെ അകത്തുനിന്ന് ദൈവം അവനെ പറിച്ച് കാരാഗ്രഹത്തിൻ്റെ അകത്തേക്കാക്കി. നാം പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എൻ്റെ ജീവിതത്തിനകത്ത് ഈ കഷ്ടത മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിനകത്ത് ഈ കണ്ണുനീര് മാത്രമേ ഉള്ളൂ, എൻ്റെ വേദനകൾ ആരും കാണുന്നില്ലല്ലോ, എൻ്റെ കഷ്ടതകൾ ആരും കാണുന്നില്ലല്ലോ, എൻ്റെ കണ്ണുനീരുകൾ ആരും അറിയുന്നില്ലല്ലോ, എന്നെ കാണുന്ന ആരുമില്ല എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് പകൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ നിങ്ങൾ സേവിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങളെ തെരഞ്ഞെടുത്ത നിങ്ങളുടെ ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ പരിപാലകന. അപ്പനും അമ്മയും മറന്നാലും ആരും മറക്കാത്ത ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായി എന്ന് മകൾ തിരിച്ചറിയണം. നാം ഓർക്കുന്ന പല സാഹചര്യങ്ങളിൽ ആരുമില്ല എന്നായിരിക്കും നമ്മൾ കരുതുന്നത്. പക്ഷേ അല്ല, നമ്മുടെ കൂടെ ദൈവമുണ്ട്. കാരണം പൊത്തിഫേർ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്, യഹോവ അവനോട് കൂടെയുണ്ട് എന്ന്. യഹോവ കൂടെയുള്ളപ്പോഴും അവൻ അടിമത്തത്തിൻ്റെ അകത്താ. അവിടെ നിന്ന് അവൻ്റെ സുരക്ഷിതത്വം അല്പം കൂടെ ഒന്ന് മാറി. അവൻ ഇതുവരെ അവൻ്റെ കംഫർട്ട് സോൺ ദൈവം ഒന്ന് ഉടച്ചു. ദൈവം ഉടച്ചവനെ ആ അടുത്ത കാരാഗ്രഹത്തിനകത്താക്കി. കാരാഗ്രഹത്തിനകത്ത് ചെല്ലുമ്പോൾ കാരാഗ്രഹ പ്രമാണി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവൻ്റെ കൂടെ യഹോവയുണ്ടെന്ന, യഹോവ അവൻ്റെ കൂടെയുണ്ട് എന്ന് ആവർത്തിച്ച് പറയുക. കഷ്ടതയുടെ നടുവിൽ നിൽക്കുമ്പോഴും, വേദനയുടെ നടുവിൽ
നിൽക്കുമ്പോഴും ഏകാന്തത അനുഭവിക്കുമ്പോഴും ഭക്തൻ സ്ഥിരതയോടെ നിലകൊള്ളുകയാ. അവൻ ഓരോന്നും വിഷയമല്ല, അവനെ ഇതൊന്നും ബാധിക്കുന്നത് പോലുമില്ല. ഉറക്കെ പറയുക, അപ്പന്റെ ദൈവത്തെ ആരാധിപ്പാൻ, ആ ദൈവത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുവാൻ, പ്രമാണം വിട്ടുമാറാതെ നിൽക്കുവാൻ യോസേഫ് തയ്യാറായതുപോലെ ഇന്ന് പകൽ ദൈവ പൈതലെ, ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിനകത്തും നീ ചോദിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ, പ്രാർത്ഥനയുടെ മറുപടി ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നില്ലെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന മറ്റൊരു പദ്ധതിയുണ്ട്. അത് ദൈവം നമ്മോട് പറയുന്നില്ലെങ്കിലും നാം അറിയാതെ ദൈവത്തിന്റെ തിരുഹൃദയത്തിനകത്ത് ദൈവം അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഒരു ദിവസം ആ വാഗ്ദത്തം നാം പ്രാപിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ വളരെ വേഗത്തിൽ കടന്നു പോകട്ടെ. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്ഥിരത പുലർത്തുവാൻ ഇടയായി തീരണമെന്നുണ്ടെങ്കിൽ വർജനം നാം പാലിപ്പാനായിട്ട് ഇടയായി തീരണം. അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി ഒരുപാട് ഭാഗം നമ്മോട് ഓർപ്പിപ്പാനിടയായി തീരുന്നുണ്ട്. സകലത്തിലും വർജനം ആചരിക്കുന്നെങ്കിൽ മാത്രമേ, അതുകൊണ്ടാ ആ ലേഖനകർത്താവ് ഓർപ്പിക്കുന്നത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകൊണ്ട് ഓടണമെന്ന്. അതിൻ്റെ അർത്ഥ തലം എന്ന് പറയുന്നത് യവനായ സാമ്രാജ്യത്തിനകത്ത് നിലനിൽക്കുവാൻ ഇടയായി തീരുന്ന ഓട്ട മത്സരത്തെയാണ് അവിടെ ലേഖകൻ പറയുന്നത്. ആ ഓട്ട മത്സരത്തിൽ ഓടുവാൻ എത്തുന്നവർ പരമാവധി വേഗത്തിൽ ഓടേണ്ടതിനായി അവർ തങ്ങൾക്കുള്ള സകല സുഖ സൗകര്യത്തെയും വിട്ട് തങ്ങൾ നാമമാത്രമായിരിക്കുന്ന അല്പം മാത്രം വസ്ത്രധാരികളായി, വളരെ ചെറിയ വസ്ത്രം, വളരെ കുറച്ച് വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട്, കാലുകൾക്ക് വേഗം കിട്ടുവാൻ, കൈകൾക്ക് ചലന സ്വാതന്ത്ര്യം പൂർണ്ണമായി ലഭിപ്പാൻ ആവശ്യമാകുന്ന തരത്തിലുള്ള വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടായിരുന്നു അവർ ഓടുവാനായിട്ട് ഇടയായി തീർന്നത്. അതിനുവേണ്ടി ആഹാരങ്ങൾ അവർ വെടിയും, അതിനുവേണ്ടി ഉറക്കം അവർ വെടിയും, അതിനുവേണ്ടി ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സാഹചര്യത്തെ അവർ എടുത്ത് അവർ വേണ്ട എന്ന് വയ്ക്കും. അങ്ങനെ വർജനം പ്രാപിക്കുവാൻ അത് പറയുന്നു. ദൈവവചനത്തിനകത്ത് പറയുമ്പോൾ ദൈവവചനത്തിനകത്ത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വർജനത്തിന്റെ മാതൃകയാണ്. എല്ലാം അനുഭവിപ്പാൻ, എല്ലാം ഉപയോഗിപ്പാൻ ദൈവവചനം ആരെയും അനുവദിപ്പാനായിട്ട് ഇടയായി തീരുന്നില്ല. നാം ദൈവവചനം പറയുമ്പോൾ അംഗം പൊരുതുന്നവൻ സകലത്തിലും വർധനം ആചരിക്കണം. ഇന്ന് പകലോർക്കണം, എന്റെ ദൈവത്തിന് ഇഷ്ടമല്ലാതെ എന്നെ നിത്യതയിലേക്ക്, എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ എന്നെ പിറകിലേക്ക് വലിക്കുന്ന ഏതൊക്കെ ജീവിത സാഹചര്യം ഉണ്ടായാലും ആ ജീവിത സാഹചര്യങ്ങളെയല്ല ഞാൻ പുറകിൽ എറിഞ്ഞു കളഞ്ഞിട്ട് ഞാൻ മുൻപിലേക്ക് എന്റെ വിരുദു മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ ഓട്ടം ഓടുകയാണ്. എന്നെ തകർക്കാൻ, എന്റെ ഓട്ടത്തെ ഇല്ലാതെയാക്കി കളയുവാൻ ഈ ലോകത്തിലെ ഒന്നിനും സാധ്യമായി തീരത്തില്ല എന്ന് നാം ഓർപ്പിപ്പാനിടയായി തീരുക. മൂന്നാമത്തെ ഭാഗം, സ്ഥിരത നേടുവാനിടയായി തീരണമെങ്കിൽ, സ്ഥിരതയോടെ ഓടണമെങ്കിൽ, സ്ഥിരത ഒരു ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു സ്വഭാവ രൂപീകരണം നമ്മളിൽ സംഭവിച്ചേ മതിയാകത്തുള്ളൂ. ഒരു മാറ്റം നമ്മിൽ ഉണ്ടായേ മതിയാകത്തുള്ളൂ. ദൈവവചനം പറയുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാലും സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നുണ്ട്. ഇന്നലെ വരെ ജീവിച്ച ജീവിത രീതിയിൽ തുടരുവാനല്ല ഭക്തനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് മാറണമെന്ന് ദൈവം അവനോട് പറഞ്ഞു. മോശയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ മോശയുടെ സ്വഭാവ രൂപീകരണത്തിനായി ദൈവം ഉപയോഗിച്ച മാർഗം മിസ്രൈമിലെ 40 വർഷത്തെ ജീവിതത്തിന് അവസാനം കുറിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ മിസ്രൈമ്യ ഫറവോന്റെ വളർത്തുപുത്രിയുടെ മകനായി ഇസ്രായേലിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ഈ മിസ്രൈമിനെ കൊന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ ഇസ്രായേലിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവനോട് ചോദിക്കുന്ന ചോദ്യം, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയും കർത്താവും ആക്കിയത് ആര് എന്നാണ് മോശയോട് ഇസ്രായേൽ ജനം ചോദിക്കുന്നത്. കാര്യം അറിഞ്ഞുകൊണ്ട്
മോശ ഭയപ്പെട്ടു. പിന്നീടുള്ള 40 വർഷം മിഥ്യാന മരുഭൂമിയിൽ ആടുകളുടെ പിറകെ നടന്നു. അവന്റെ സ്വഭാവം മാറി, അവന്റെ രൂപം മാറി, അവന്റെ ആ എല്ലാവിധമാകുന്ന പ്രവർത്തന മണ്ഡലങ്ങളും മാറി. ദൈവ പടവിൽ പറഞ്ഞാൽ വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയുമോ എന്നറിയാതെ, വാഗ്ദത്തം ലഭിക്കുമോ എന്നറിയുവാൻ കഴിയാതെ അവൻ ആഗ്രഹിച്ച പദ്ധതികൾ, അവൻ തീരുമാനിച്ചുറപ്പിച്ച മനസ്സിലെ ചില പദ്ധതികൾ എല്ലാം ദൈവം തകിടം മറിച്ചു കളഞ്ഞു. സ്തോത്രം. ഇന്ന് പകൽ നാം ഓർക്കണം, നമ്മൾ ദൈവ വാഗ്ദത്തം കേട്ടവരാ. നമ്മൾ ദൈവികമാകുന്ന അനുഗ്രഹത്തെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നവരാ. പക്ഷേ ആ ചിന്ത ദൈവിക വാഗ്ദത്തത്തിന് വിരുദ്ധമായ ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഇടയായി തീരുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം, ദൈവം വാഗ്ദത്തം മറന്നു കളഞ്ഞത് കൊണ്ടോ, ദൈവം നമ്മെ ഉപേക്ഷിച്ചത് കൊണ്ടോ അല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. മറിച്ച് അതിനു മുന്നമേ ചില മാറ്റങ്ങൾ, ചില രൂപാന്തരങ്ങൾ നമ്മിൽ വരുത്തുവാൻ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം നമ്മെ അത്തരത്തിൽ മാറ്റിയെടുക്കുവാനിടയായി തീരുകയാണ്. അതുകൊണ്ട് സ്ഥിരതയോടെ ഓടുവാൻ നാം തയ്യാറെടുക്കുമ്പോൾ ദൈവം ചില മണ്ഡലങ്ങളെ പൊളിച്ചെടുക്കും. ദൈവം ചില മണ്ഡലങ്ങളെ നമുക്ക് വേണ്ടി മാറ്റിയെടുക്കും. ഒരു സ്വഭാവ രൂപീകരണത്തിനായി ദൈവം ഉപയോഗിക്കുന്ന പദ്ധതി, ദൈവം തിരഞ്ഞെടുക്കുന്ന വഴികൾ ഏതായിരിക്കുമെന്ന് നമുക്കാർക്കും പ്രവചിക്കുവാനോ നിർണയിക്കുവാനോ സാധ്യമായി തീരത്തില്ല. പക്ഷേ ഏത് അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയാലും ആ കടന്നു പോകുന്ന അവസ്ഥകളിലെല്ലാം ദൈവ സന്നിധാനത്തിങ്കിൽ വിശ്വസ്തയോടെ നിന്നുകൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിന് മേൽ നിറവേറപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ എന്ത് വന്നാലും അങ്ങിൽ നിന്ന് ഒട്ടും പിന്മാറി എൻ്റെ ഓട്ടം പൂർത്തീകരിക്കാതെ ഞാൻ അവസാനിപ്പിക്കത്തില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, അത് അങ്ങയുടെ വരവെങ്കിൽ പോകുക എന്നുള്ളതാ. 4-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് സമയം, ടൈം മാനേജ്മെന്റ് എന്ന അതിനെ ഓർപ്പിപ്പാനായിട്ട് ഇടയിൽ തീരേണ്ടത്, സ്ഥിരത പുലർത്തപ്പെടുവാനിടയിൽ തീരേണ്ടത്. ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സമയം കണ്ടെത്തുക എന്നുള്ളതാ. സമയം കണ്ടെത്തുവാൻ തയ്യാറായി തീരേണ്ടത് എന്തിനു വേണ്ടിയാ? ദൈവവചന ധ്യാനത്തിന് വേണ്ടി, ദൈവവചന പഠനത്തിന് വേണ്ടി. പരമാവധി സമയം ദൈവവചനം പഠിപ്പാൻ, ദൈവവചനം വായിപ്പാൻ, ദൈവ സന്നിധാനത്തിങ്കൽ ഇരിക്കുവാൻ നാം സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് പരമാവധി സമയം നാം ചിലവഴിപ്പാൻ ഇടയിൽ തീരുക. കാരണം രഹസ്യ മുറികളിലെ പ്രാർത്ഥനയാ ആത്മിക ജീവിതത്തിൽ നമ്മെ ശക്തീകരിപ്പാൻ ഇടയായി തീരുന്നത്. ആ രഹസ്യ മുറിയിലെ പ്രാർത്ഥനയുള്ളവൻ അവൻ ശത്രുവിന്റെ മുമ്പിൽ തോൽപ്പിക്കപ്പെടത്തില്ല. അവനെ ശത്രുവിന്റെ മുമ്പിൽ താളടിയാക്കാൻ കഴിയത്തില്ല. എത്ര വാതി കെട്ടിക്കൊണ്ട് അന്ധകാര ശക്തികൾ നിനക്കെതിരെ വാടകോരി അടുത്തു വന്നാലും, ഏതൊക്കെ പ്രതിബന്ധ ശക്തികൾ നിന്നെ തകർക്കുവാൻ നോക്കിയാലും, നിന്നെ പിന്മാറ്റുവാൻ നോക്കിയാലും, അന്ധകാര വ്യാപാരങ്ങൾ, ദേശത്തിന്റെ പോരുകൾ, പൈശാചിക മണ്ഡലങ്ങൾ, മന്ത്രവാദ ആഭിചാര ശക്തികൾ, ഏതൊക്കെ നിനക്കെതിരെ എത്ര ശക്തിയോടെ വാദികട്ടി നിലകൊണ്ടാലും പ്രാർത്ഥനയിൽ പോരാടുന്നവന്, ആരാധനയിൽ പോരാടുന്നവന് അടുക്കളയ്ക്ക് വരുവാൻ കഴിയാതെ സ്വർഗത്തിലെ ദൂതന്മാർ മതില് കെട്ടി, വേലി കെട്ടി നിന്നെ കാത്ത് സംരക്ഷിച്ച് നിനക്കൊരു അവസ്ഥ വരുവാതെ ദൈവം നിന്നെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാ. നാം ഒരു കാര്യം ഓർക്കണം, തകർക്കുവാൻ ശ്രമിക്കുന്ന ആ പലവിധമായിരിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിന്റെ അകത്ത് വരുവാനായിട്ട് ഇടയിൽ തീരും. അവിടെ തകർക്കുവാൻ വരുന്ന സാഹചര്യങ്ങളുടെ നടുവിലൂടെ കടന്നു വരുവാൻ ഇടയിൽ തീരുമ്പോൾ ഓടിയതും അധ്വാനിച്ചതും ഒന്നും ഇറങ്ങുക എന്ന് വരാതിരിക്കത്തക്ക വണ്ണം ദൈവസന്നിധാനത്തിങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്ന ദൈവിക വാക്ക് കേട്ട് ദൈവ കൽപ്പനയെ നാം സ്വീകരിച്ചുകൊണ്ട് ദൈവികമാകുന്ന അനുഗ്രഹത്തിൻ്റെ അകത്തൂടെ മുന്നേറണം. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മെ ഓർപ്പിപ്പാനായിട്ട് ഇടയിൽ തീരുന്നത്. ഗലാത്യ ലേഖനത്തിലൊക്കെ അതിനെക്കുറിച്ച് ബോധമായിരിക്കുന്ന അനേകം വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തുടർന്ന് നാം ഓർപ്പിപ്പാനിടയിൽ തീരുമ്പോൾ, ഈ പോർക്കളത്തിൻ്റെ അകത്ത് നാം നിൽക്കുവാനിടയിൽ തീരുമ്പോൾ എല്ലാ സമയത്തും ഒരേപോലെയുള്ള അനുഭവം സ്ഥിരതയോടെ നിൽക്കുവാൻ കഴിയണമെന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിത അന്ത്യത്തോടടുക്കുന്ന ചില സമയം, ചില ഉപദേശങ്ങൾ അവരോട് ഓർപ്പിപ്പാനിടയിൽ തീർന്നു, ശിഷ്യന്മാരോട് പറയുവാനിടയിൽ തീർന്നു. ആ ഉപദേശം പറയുന്ന സമയത്ത് അവർ ഇപ്രകാരം പറയുവാനിടയിൽ തീർന്നു, ഇത് കഠിന വാക്കുകളാണ്, ഇത് കേൾക്കുവാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല, ഇതനുസരിപ്പാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല, അത് അത്രയ്ക്ക് പ്രയാസകരമാണ് എന്ന് പറഞ്ഞു. 6-ാം അധ്യായത്തിന്റെ 66-ാമത്തെ വാക്യത്തിനകത്ത്
നമ്മൾ വായിക്കുന്നത് ആ വാക്കുകൾ നിമിത്തം അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവന്റെ കൂടെ ആരും അനുഗമിപ്പാൻ ഇടയായി തീർന്നില്ല എന്ന്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്ന ആ ഒരു ചോദ്യം ഇപ്രകാരമാണ് ചോദ്യം: നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് തൻ്റെ അപ്പോസ്തലന്മാരോട് കർത്താവ് ചോദിച്ചു. അവർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുള്ളത് കൊണ്ട്, നിത്യത നിന്റെ പക്കലുള്ളത് കൊണ്ട്, നിത്യമൊഴികൾ നിന്റെ പക്കലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം പകരുന്ന, സന്തോഷം പകരുന്ന, ഞങ്ങൾക്ക് ഏറ്റവും ആനന്ദദായകമായിരിക്കുന്ന അനുഭവം അങ്ങയുടെ പക്കലുള്ളത് കൊണ്ട് അങ്ങയെ വിട്ടിട്ട് ഞങ്ങൾക്കെങ്ങും പോകുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്നും ഞങ്ങൾ അങ്ങയുടെ കൂടെ നിൽക്കുമെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിപ്പാനിടയായി തീർന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുവാനിടയായി തീരുമ്പോൾ പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്ത് നിന്ന് ഞങ്ങളെ വേർതിരിക്കുന്നത് കഷ്ടതയോ, നഗ്നതയോ, പട്ടിണിയോ, ആപത്തോ, വാളുവോ, വരുവാനുള്ളതിനോ, ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ ഒന്നിനും ഞങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്ത് നിന്ന് വേർതിരിപ്പാൻ കഴിയത്തില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിനകത്ത് ഓർപ്പിക്കുന്നു. ഇതാണ് സ്ഥിരതയോടെ ഓടുക എന്ന് പറയുന്നത്. ഓട്ടക്കളത്തിൽ ഓടുവാൻ ഇറങ്ങുന്നവരെല്ലാവരും ഓടി വിരുദ് പ്രാപിക്കണമെന്നില്ല. നമ്മെ ഓടുവാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു മാരത്തോൺ ഓട്ടമാണ്. ആ ഓട്ടം അത് ഒന്നാമതെത്തുന്നവരല്ല വിജയിക്കുന്നത്, ഓടി പൂർത്തീകരിക്കപ്പെടുന്നവരെല്ലാം വിജയിപ്പാനായിട്ട് ഇടയായി തീരുക. എൻ്റെ ബാക്കി എല്ലാവരും അവിടെ വിജയിപ്പാനായിട്ട് ഇടയായി തീരണമെന്നില്ല. 1896 ഏപ്രിൽ മാസം 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഗ്രീസിലെ ഏതൻസ് എന്ന സ്ഥലത്ത് ഒരു സമ്മർ ഒളിമ്പിക്സ് നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമ്മർ ഒളിമ്പിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അന്ന് വരെ ആ ആളുകൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഒളിമ്പിക്സിലും അത്ലറ്റിക്സിൽ പ്രത്യേകിച്ച് വിശേഷാൽ ഓട്ട മത്സരത്തിൽ വിജയം നേടിക്കൊണ്ടിരുന്നത് ഗ്രീസുകാരായിരുന്നു. എന്നാൽ അന്നത്തെ ആ മത്സരത്തിനകത്ത് ഗ്രീസുകാർക്കാർക്കും വിജയം നേടുവാനായിട്ട് കഴിഞ്ഞില്ല. ആദ്യമായിട്ടാണ് ആ മത്സരത്തില് മാരത്തോൺ എന്ന് പറയുന്ന 42 കിലോമീറ്റർ ഓടുന്ന, അല്ലെങ്കിൽ 24 കിലോമീറ്റർ ഓടുന്ന ആ ഓട്ട മത്സരം ആദ്യമായി സംഘടിപ്പിക്കപ്പെടുവാനായിട്ട് ഇടയെത്തുന്നത്. ഗ്രീക്കുകാരെല്ലാം പരാജയപ്പെട്ടു. എല്ലാ ഓട്ടത്തിലും 13 ഓട്ട മത്സരങ്ങളാണ്, 13 വിഭാഗം ഓട്ട മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ അവരെല്ലാം പരാജയപ്പെട്ടു. ഗ്രീസുകാരാകെ നിരാശരായി മാറി. അതുവരെ ലോകമടക്കിയാണ്, അതുവരെ മെഡലുകളെല്ലാം നേടിക്കൊണ്ടിരുന്നവർ ഒന്നുപോലെ അവരെന്ത് ചെയ്യുക, പരാജയപ്പെട്ടു കണ്ടു. ഇതിന്റെ ഏറ്റവും അവസാനം മാരത്തോൺ ഓട്ടം ആരംഭിപ്പാൻ ഇടയായി തീർന്നു. മാരത്തോൺ ഓട്ടം തുടങ്ങുമ്പോൾ 13 ഗ്രീസുകാർ ആ ഓട്ട മത്സരത്തിന്റെ അകത്ത് മാരത്തോൺ ഓട്ടത്തിന് ഓടുവാൻ തുടങ്ങി. ഏറ്റവും അവസാനം മാരത്തോൺ ഓട്ടം സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോൾ സ്പിരിഡൻ ലൂയിസ് എന്ന് പറയുന്ന ഗ്രീസുകാരൻ ആദ്യമായി മാരത്തോൺ ഓട്ടത്തിൽ ഒന്നാമതായി സ്റ്റേഡിയത്തിലേക്ക് വന്നു. 2ാം സ്ഥാനക്കാരനായ ഗ്രീസുകാരൻ തന്നെയായിരുന്ന ചാരിലോസ് വസിലാക്കോസ് എന്ന വ്യക്തി 2ാം സ്ഥാനക്കാരനായി ഓട്ടക്കളത്തിലേക്ക് എത്തപ്പെട്ടു. 1ഉം 2ഉം സ്ഥാനത്ത് ആദ്യത്തെ മാരത്തോൺ മത്സരത്തിൽ ഗ്രീസുകാർ വിജയം നേടിയത് കണ്ട് ഗ്രീസുകാർ ഒന്നടങ്കം എന്ത് ചെയ്തു, ആഹ്ലാദചിത്തരായി മാറി. ഗ്രീസുകാർ അവനെ തോളിലേറ്റി. ഗ്രീസുകാർ അവന്റെ രാജ്യത്തിന്റെ ഹീറോയായി മാറി. അവനോട് രാജ്യം ഇങ്ങനെ ചോദിച്ചു, നിന്റെ കൂടെ ഓടുവാൻ വന്നവർ മുഴുവനും, ഗ്രീസുകാർ മുഴുവനും പരാജയപ്പെട്ടു, പക്ഷേ നീ മാത്രം വിജയശ്രീ ലാളിതനായി. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ സ്പിരിഡൻ ലൂയിസ് തന്റെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു: ഓടി പരാജയപ്പെട്ടവരെ അല്ല ഞാൻ നോക്കുവാൻ ഇടയായി തീർന്നത്. BC 490 പേർഷ്യൻ രാജ്യവുമായി എൻ്റെ രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്പാർട്ടയിൽ നിന്ന് ഏതൻസിലേക്കും, അവിടെ നിന്ന് മാരത്തണിൽ നിന്ന് ഏതൻസിലേക്ക് ഓടിയ പീഡിപ്പസ് എന്ന രാജ്യത്തിന്റെ സന്ദേശവാഹകൻ ഉണ്ടായിരുന്നു. ആ സന്ദേശവാഹകൻ എൻ്റെ രാജാവിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: അല്ലയോ രാജാവേ, we can rejoice, we have won, we have conquered. നമുക്ക് സന്തോഷിക്കാം, നമ്മൾ വിജയിച്ചു, നമ്മൾ പിടിച്ചടക്കി. അത്രയും പറയുവാനേ അവന് കഴിഞ്ഞുള്ളൂ. അവൻ അവിടെ രാജാവിന്റെ മുമ്പിൽ മരിച്ചു വീണു. ആ വ്യക്തിയായിരുന്നു എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഓട്ടമോടി തോറ്റവരെയല്ല, ഓട്ടമോടി പൂർത്തീകരിച്ച
വിജയിച്ചവരെയാ നമ്മുടെ മുൻപിൽ ഉണ്ടാകുവാൻ ഇടയായി തീരേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, ആ പേര് പറയുമ്പോൾ ഓട്ടമോടി പരാജയപ്പെട്ട അനേകരെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പൗലോസിന്റെ എഴുത്തുകളിൽ, അപ്പോസ്തല പ്രവൃത്തികളിലും ലേഖനങ്ങൾക്കകത്തും 100-ലധികം വ്യക്തികളെ പൗലോസ് പരിചയപ്പെടുത്തി കഴിഞ്ഞ ഏറ്റവും അവസാനം പൗലോസിന്റെ വാക്കിൽ ഇങ്ങനെ പറയുന്നു: അലക്സാണ്ടർ, ദേമാസ്, ഹെർമോഗനോസ്, ഫുഗലോസ് എന്നിവർ വിശ്വാസത്തിൽ നിന്നില്ല. അവർ അവരുടെ വിശ്വാസ ജീവിതം അവസാനിപ്പിച്ചു. അവരുടെ ലോകത്തെ സ്നേഹിച്ച് ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയി. അലക്സാണ്ടർ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹെർമോഗനോസും ഫുഗലോസും അവരുടെ ക്രിസ്തീയ ജീവിതം പൂർത്തീകരിച്ചില്ല. പക്ഷേ അവരെ അല്ല ഞാൻ നോക്കുന്നത്. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ലപോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുക. ഇന്ന് പകൽ ആ നീതിയുടെ കിരീടം ഓർത്തുകൊണ്ട്, ആ നിത്യതയെ നോക്കിക്കൊണ്ട്, പരാജയപ്പെട്ടവരെയല്ല വിജയിച്ചവരെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ഓട്ടം നമുക്ക് പൂർത്തീകരിക്കാം. അവസാന നിമിഷം കാഹളം ധ്വനിക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസന എന്ന വിളിപ്പേരിന് ഓഹരിക്കാരായി ദൈവസന്നിധാനത്തെങ്കിൽ തേജസ്സിന്റെ പ്രഭയോടെ, തേജസ്സിന്റെ കിരീടം പ്രാപിച്ചുകൊണ്ട് നമുക്കും ആ നല്ല നിത്യതയിൽ വിശുദ്ധന്മാരോടൊത്ത്, ക്രിസ്തുവിനോടൊത്ത് നമുക്കുമായി തീരാം. അതിനായി നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ സർവശക്തൻ നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ ദൈവസഭയുടെ സ്റ്റേറ്റ് ഓവർസിയർ ബഹുമാനപ്പെട്ട CC തോമസ് സാറിനോടും എല്ലാവരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.